ആ മര്യാദ ജനങ്ങൾ പരിശോധിച്ചോട്ടെ. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനാണ് നിങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശം എന്ന് പറയാം. ദുരന്തം ഇപ്പോ 10 വർഷത്തിനിടയിൽ ജനിച്ച ഒരു കുട്ടി, ഒറ്റ മിനിറ്റ് 10 വർഷത്തിനിടയിൽ ജനിച്ച ഒരു കുട്ടി, ആ കുട്ടിയോട് പവർ കട്ട് എന്ത്, ലോഡ് ഷെഡിങ് എന്ത് എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് അനുഭവ പരിചയമില്ല എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് തെറ്റ്? ഇപ്പൊ അത് ശരിയാണ്. എങ്ങനെയാണ് ശരിയാവുന്ന അറിയോ? 10 വർഷം മുമ്പ് ജനിച്ചൊരു കുട്ടി എന്ന് പറഞ്ഞാൽ 2016 ജനിച്ച കുട്ടിയായിരിക്കണം. ഈ 2016 ജനിച്ച കുട്ടിക്ക് 2017 ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു അറിയാനുള്ള പ്രായമാവില്ല, 1 വയസ്സേ ആവുള്ളൂ. 2018 ഇവിടെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു പറയാനുള്ള പ്രായമാവില്ല, 2 വയസ്സേ ആവുള്ളൂ. 2022 പോലും ആ കുട്ടിക്ക് 6 വയസ്സേ ആവുള്ളൂ. കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടി കരയുമായിരിക്കും. അയ്യോ, ഇത് സർക്കാരിന്റെ കാലത്ത് ലോഡ് ഷെഡിംഗ് ആണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടാവില്ല. അതിനർത്ഥം അവിടെ ലോഡ് ഷെഡിംഗ് ഇല്ലെന്നല്ല. 2022 ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടുണ്ട്, വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. അന്ന് നമ്മുടെ വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ട് അടുത്ത വർഷം കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് ഈ 10 വർഷം പവർ കട്ടില്ലാത്ത, വൈദ്യുതി നിയന്ത്രണമില്ലാത്ത 10 വർഷം എന്നുള്ളത് പച്ച നുണയാണ്. അതും നിങ്ങൾ ഈ സർക്കാരിന്റെ വകുപ്പിനെ കൊണ്ട് എന്റെയും താങ്കളുടെയും പണം ഉപയോഗിച്ച് എല്ലാ പത്രത്തിനും പരസ്യം കൊടുത്തിരിക്കുകയാണ്. നുണ, പച്ച നുണ.